അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ ഗൗരവത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ജനങ്ങളുടെ കൽബിൽ നിന്ന് ഈമാൻ കൊള്ളയടിക്കാൻ വേണ്ടി സ്വയം പിഴച്ചവരും മറ്റുള്ളവരെ പിഴപ്പിക്കാൻ വേണ്ടി ഇബിലീസിൻ്റെ സന്തതികളായി 2-3 കുരുവട്ടൂര് ഇറങ്ങിയിട്ടുണ്ട്. സച്ചരിതരായ പണ്ഡിതന്മാരെ പുളിച്ച തെറി പറഞ്ഞ് ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്ന ഈ വൃത്തികെട്ട ജന്തുക്കൾ, അവർക്ക് നേതൃത്വം നൽകുന്ന, ഇതൊന്നും പറയണം ഞാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ അവർക്ക് നേതൃത്വം നൽകുന്ന കോമാട്ടിച്ചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന വലിയ ശൈത്താനെ കൂട്ടുപിടിച്ചവർ. ഇത് നിസ്സാര വിഷയമല്ല. എന്താ കാരണം എന്നറിയോ ഇങ്ങനെ പറയേണ്ടത്? ഇപ്പം സമൂഹത്തിന് ദിശാബോധം നൽകുന്ന നല്ലവരായ പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദിനൊക്കെ ലോകത്ത് പിഴച്ചവൻ എന്ന്, നീയല്ല പിഴച്ച, പിന്നെ ആരാണ് പിഴച്ചവൻ എന്ന് വരെ വളരെ മോശമായി വൃത്തികെട്ട ഭാഷയിൽ ഒരു കാരണവുമില്ലാതെ ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കി റസൂലുള്ളാഹിനെ എൽവാദി എന്നും കുഴഞ്ഞുകിടക്കുന്ന ആളാണ് റസൂലുള്ളാഹി എന്നൊക്കെ പച്ചക്കളവ്, ഒരിക്കലും പേരോട് ഉസ്താദ് മനസ്സിൽ പോലും ചിന്തിക്കാത്ത പച്ചക്കളവ് പറഞ്ഞ് മഹാനായ പേരോട് ഉസ്താദിനെയും അതുപോലെ തന്നെ പൊന്മള ഉസ്താദിനെയും ഈ കോമാട്ടിച്ചാൽ അബ്ദുള്ള AP ഉസ്താദിനെ വയസ്സായിലെ തന്റെ എന്ന് വരെ വിളിച്ച് ദിശാബോധം നൽകുന്ന പണ്ഡിതന്മാരെയൊക്കെ പച്ചത്തെറി പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളും പിന്നെ കായക്കൊടിയും പറഞ്ഞത് ഒന്ന് തന്നെയാണ്, മുജാഹിദ് പറഞ്ഞത് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് വഹാബികളോട് ചൂട്ടുപിടിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ട് സ്റ്റുഡിയോ പോലെ ദിവസവും മൈക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ, സസില ആളുടെയിട്ടല്ല, വെറുതെ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് നിരന്തരം. കാരണം ആരിൽ നിന്നോ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവരിറങ്ങിയതാണ്. പക്ഷേ ഒന്ന് പറയുന്നു, ഇസ്ലാമിനെ തകർക്കാൻ, സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ നീയല്ല നിന്റെ അപ്പൂപ്പന്മാർ വിചാരിച്ചാൽ പോലും നടക്കില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഒരിക്കലും ഞാൻ ഇത്ര ഭാഷയിൽ സംസാരിക്കാറില്ല, പക്ഷെ മഹാന്മാരായ പണ്ഡിതന്മാരെ തെറി പറയുമ്പോൾ മനസ്സിന് കിട്ടുന്ന വേദന ഉണ്ട്. ഈമാനിൻ്റെ വേദനയാണത്. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ വേദനിക്കും. അള്ളാഹിൻ്റെ റസൂലിനെ ആക്ഷേപിക്കുമ്പോൾ സഹിക്കൂല മുസ്ലിമിന്. ആരിഫ് ഹുസൈനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് സഹിക്കില്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, സ്വതന്ത്ര ഭാരതല്ലേ, ആർക്കും എന്തും പറയാലോ എന്ന നിലക്ക് മിണ്ടാണ്ടിരിക്കുകയാണ്. പക്ഷെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് ആരിഫ് ഹുസൈനേക്കാൾ അധികം മതപ്പതിച്ച കുഫ്രിയത്തിലെ തനിച്ച പച്ച കാഫിര്യങ്ങളായി മടവൂർ CM വലിയുള്ളാഹി എന്ന മഹാനവറുകൾ ഒരിക്കലും പൊരുത്തപ്പെടാത്ത വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന, പടച്ചോനാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കടുത്ത വൃത്തികെട്ട വിഭാഗത്തെ തിരിച്ചറിയാൻ, ഇതിനെതിരെ പ്രതികരിക്കാൻ സാധാരണക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ലക്ഷ്യം പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കുക എന്നതാണ്. പരിശുദ്ധ ദീനിനെ തകർത്ത് കളയണം. അതിനുവേണ്ടി ആരിൽ നിന്നോ അച്ചാരം മേടിച്ചിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഈ വർഗീയവാദികൾ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ആക്ഷേപിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത വേദന തോന്നുകയാണ്. കാരണം ജന്മനാ വൃത്തികെട്ടുപോയി. ജന്മദോഷം, വളർത്തുദോഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ. മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം. ശർഈയായ ഹുക്കുമുകളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദബ് എന്നത്. പഠിപ്പിച്ച ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാ ഉസ്താദിന്
നൗഷാദ് എന്ന പേര് കേൾക്കുന്നത് തന്നെ വെറുപ്പായി പോയി. ഇനി എന്തിനാണടാ നീയൊക്കെ എന്തിന് ജീവിക്കുന്നു? കഴിഞ്ഞു. കാരണം എന്തോ അപകടം നിനക്ക് സംഭവിച്ചു, കുരുത്തക്കേട് സംഭവിച്ചു. AP ഉസ്താദിനെയും താജുൽ ഉലമനെയും ഈ പ്രസ്ഥാനത്തെയും കുറ്റം പറയുന്നൊരു കാലം എനിക്കുണ്ടാവില്ല. ഉണ്ടായാൽ എന്ന് എനിക്ക് മാനസിക രോഗമാണെന്ന് പെരുമ്പറയടിച്ച് പ്രസംഗിച്ച ആളാ. ഉറപ്പിച്ചോ, മാനസിക രോഗത്തിലേക്ക് പോവുകയാണ്. എന്നെ കുതിരവട്ടത്ത് അഡ്മിറ്റ് ചെയ്താൽ പോലും മാറൂല. അത്രയും വലിയ അപകടത്തിലേക്കാണ് നീ എത്തിയിട്ടുള്ളത്. സിഹിർ ചെയ്തിട്ട് ജനങ്ങളെ ഒതുക്കാമെന്നാണ് ഈ ടീം തീരുമാനിച്ചിട്ടുള്ളത്. സിഹിറല്ല, അതിൻ്റെ അപ്പുറം ചെയ്താലും ഹദ്ദാദ് പതിവാക്കുന്ന, അതുപോലെ തന്നെ ഈമാനെ പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരാൾക്കും ഒരു ചുക്കും സംഭവിക്കൂല. ഒന്നും സംഭവിക്കില്ല, ഉറപ്പാണ്. നിന്റെ സിഹിർ കൊണ്ടോ ഒരു സിഹിറിൻ്റെ ആൾക്കാരാ, അതിനായിട്ട് കുറച്ച് ടീമുണ്ട്. പൂളപ്പോയിലെ അടുത്ത് ആ ഭാഗത്തുള്ള കുറച്ച് ടീമുണ്ട് സിഹിർ ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്ന. ഇങ്ങനെ കുറച്ച് ടീമിനെ വെച്ചിട്ട് എന്നിട്ട് അബ്ദുള്ളാന്റെ കുരുത്തക്കടാണ്, കറാമത്താണ് എന്നും പറഞ്ഞ് നടക്കുന്ന വൃത്തികെട്ട വിഭാഗങ്ങൾ. എന്ത് പറഞ്ഞാലും അള്ളാഹു അക്ബർ. മടവൂര് പഠിച്ചവനാണ് അള്ളാഹു അക്ബർ. ഞങ്ങൾക്കൊരു പേടില്ല, അള്ളാഹു അക്ബർ. ഇങ്ങനെ തക്ബീർ നടക്കാൻ കൂപമണ്ടൂകങ്ങൾ. പാവം തോന്നുകയാണ് അവരെ കാര്യം ആലോചിക്കുമ്പോൾ. കാരണം മസ്തിഷ്കം കൊണ്ടുപോയിട്ട് അബ്ദുള്ളാക്ക് പണയം വെച്ചിരിക്കുകയാണ്. തലച്ചോറ് കംപ്ലീറ്റ് അവന് പണയം വെച്ചു. അവൻ്റെ കയ്യിലാണ് റിമോട്ട്. ഇവരൊക്കെ റിമോട്ട് അവൻ്റെ കയ്യിലാണ്. ഇവൻ കാട്ടിലൂടെ പോയിട്ട് പിശാചിനെ സേവിച്ചിട്ട് ആരുടെയൊക്കെയോ അച്ചാരം മേടിച്ചിട്ട് നടക്കുകയാണ്. എന്നിട്ട് അത് മുണിങ്ങാണ്. അത് മുണുങ്ങണമെങ്കിൽ ഇങ്ങനെ ആലിമീങ്ങളെയും ഇസ്ലാമിനെയൊക്കെ പരിഹസിക്കണം, കുറ്റപ്പെടുത്തണം. എന്നാലേ കാശ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. എന്നിട്ട് പുറത്തോ അകത്ത് കത്തി പുറത്ത് ഭക്തി എന്ന് പണ്ട് കോട്ടുമൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് തെബലീഗിനെ കുറിച്ച്. അകത്ത് കത്തി പുറത്ത് ഭക്തി. പുറത്തിങ്ങനെ ഭക്തി എന്താ അറിയുക, അഭിനയിക്കുകയാണ്. കുത്തുബിയത്തും മൗലൂദും റാത്തീബും സലാത്തും സലാമൊക്കെ പറഞ്ഞ് അഭിനയിക്കുക. അപ്പം ജനങ്ങളും വിചാരിക്കും, ഓ ഇവര് വലിയ ദിക്റിൻ്റെ ആൾക്കാരാണ്, സൂഫിയാണ്, സൂഫിയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഉള്ളിലോ കടുത്ത ഇസ്ലാമിക ശത്രുക്കൾ, സുന്നത്തി ജമാഅത്തിന്റെ ശത്രുക്കൾ, ദീനിന്റെ ശത്രുക്കൾ. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹു തആല ഇവരെ ശിർനെ തൊട്ട് ഈ നാട്ടിനെയും മുസ്ലിങ്ങളെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. ആ കുടുക്കിൽ പെട്ടുപോയ ഒരുപാട് പാവങ്ങളുണ്ടെങ്കിൽ അള്ളാഹു ആ കൊടുത്ത ഒരു വയറ്റിൽ കിടക്കുന്ന ഇവൻ മന്ത്രിച്ച പിശാച് സേവയുള്ള ഇവൻ മന്ത്രിച്ച വെള്ളം അകത്ത് കിടക്കുന്നുണ്ടാവും. ആ അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ തക്ബീറും ചൊല്ലി നടക്കുന്നത് ഇവരെ കൂടെ. അതായിട്ട് വയറ്റിൽ നിന്ന് പോകാത്തതുകൊണ്ടാണ് പാവങ്ങൾ അതിൽ പെട്ടുപോകുന്നതാണ്. അപ്പോൾ ഇവരെന്ത് പറയണോ, പേരോടിനെ കുറ്റം പറയുമ്പോൾ ഇവരും കൂടെ കുറ്റം പറയോ. ശൈത്താൻ എന്ന് പറയുന്ന വെറും ചെറിയ ചെറിയ ചെക്കന്മാർ. കൂട്ടായിലുള്ള ചെക്കൻ, നല്ലൊരു മനുഷ്യൻ്റെ മകൻ, എന്തെല്ലാം വൃത്തികേടാണ് പറയണമെന്നറിയോ. അത്ഭുതം തോന്നുകയാണ്. അതബില്ലാത്ത, അതബ് എന്ന സാധനം തൊട്ട് തീണ്ടാത്ത, മൂത്തവരെ ബഹുമാനിക്കാനും താഴെയുള്ളവരുടെ കരുണ കാണിക്കാനും പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ വാക്താക്കളാണത്ര ഇവർ. ശൈത്താന്, തമ്മാടി, എന്തൊക്കെ വൃത്തികേടുകളാണ് സംസാരിച്ച് നടക്കുന്നത്. അള്ളാഹു തആല ഇവരെ ശിർനെ തൊട്ട് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പഴച്ചവരും പഴപ്പിക്കുന്നവരുമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.